നമസ്കാരം. സാധാരണക്കാരന് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് സ്വർണ്ണവില കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പവൻ സ്വർണ്ണവില 1,31,000 കടന്നത് വിശ്വസിക്കാൻ പോലും പറ്റാതെ അന്തം വിട്ട് നിന്നവരാണ് നമ്മൾ. ഏറെക്കുറെ ആഭരണ ഭ്രമം അവസാനിപ്പിച്ച ശരാശരി വരുമാനമുള്ള മലയാളികൾ സ്വർണത്തെ സ്വപ്നങ്ങളിൽ നിന്ന് പോലും അടർത്തി മാറ്റി. ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്കിൽ ഇനി ആ സാഹചര്യം മാറാൻ പോവുകയാണെന്ന സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണവിലയുടെ ഗ്രാഫ് ഒറ്റയടിക്ക് ഇടിയുന്നത് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് മലയാളികൾ. സ്വർണ്ണവില പവന് 2 ലക്ഷം കടക്കുമെന്ന ചർച്ചകളും ഇതിനിടയിലെല്ലാം തന്നെ തുടങ്ങിയിരുന്നു. ഈ ജനുവരി 21 ശേഷം ആദ്യമായി പവൻ വില 1,10,000 രൂപയ്ക്ക് താഴേക്കെത്തിയതും നാം കണ്ടു. പ്രവചനാതീതമാണെങ്കിലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം എന്നാണ് അറിയുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള സംഭവ വികാസങ്ങളും ഡോളറിൻ്റെയും രൂപയുടെയും ഏറ്റക്കുറച്ചിലുകളും അടിസ്ഥാനമാക്കി നിർണ്ണയിക്കുന്ന സ്വർണ്ണവില മാറി മറിയുന്നത് നിമിഷങ്ങൾ കൊണ്ടാണ്. ഒരുപക്ഷെ ഈ ട്രെൻഡിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് സ്വർണ്ണവില പവന് 50,000-ലേക്ക് കൂപ്പുകുത്തിയാലും അത്ഭുതപ്പെടാനില്ല. കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളും ആഗ്രഹിക്കുന്നത് അങ്ങനെ സംഭവിക്കാനാണ്. സ്വർണത്തോടുള്ള ആളുകളുടെ മനോഭാവം കുറയുന്നത് ഇന്ത്യയിലെ സ്വർണത്തിന്റെ ഹബ്ബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ മാർക്കറ്റിനെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ പണിക്കൂലി കുറച്ചും ഡിസ്കൗണ്ടുകൾ നൽകിയും ആളുകളെ ആകർഷിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ആളുകൾ മുഖം തിരിക്കുന്നതായിരുന്നു കേരളത്തിലെ ജ്വല്ലറികൾ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. കല്യാണ ആവശ്യങ്ങൾക്ക് പേരിന് മാത്രം 1, 2 മാലയോ വളയോ ഒക്കെ എടുത്താൽ മതി എന്ന പൊതുധാരണ ആളുകൾക്കിടയിൽ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. കാഴ്ചയിൽ യഥാർത്ഥ സ്വർണത്തെ കടത്തിവെട്ടുന്ന ഇമിറ്റേഷൻ ഗോൾഡിന് ആവശ്യക്കാരേറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറിജിനൽ സ്വർണം മാറി നിൽക്കും തരത്തിലുള്ള ഡിസൈനുകൾ വിപണികളിൽ സജീവമായതോടെ കേരളത്തിലെ ജ്വല്ലറികളിൽ ആളുകയറാതെയായി. പലതും പൂട്ടലിന്റെ വാക്കിലുമെത്തി. പഴയ സ്വർണം വിൽക്കാനായി മാത്രം ആളുകൾ എത്തുന്നത് വലിയ നഷ്ടങ്ങളിലേക്കാണ് സ്വർണ്ണ വ്യാപാരികളെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില ഇത്തരത്തിൽ കുറയുന്നത് ജ്വല്ലറികൾക്കും ഒരു ആശ്വാസമാണ്. കൊഴിഞ്ഞുപോയ ആളുകൾ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് സ്വർണ്ണ വ്യാപാരികൾ. 2 തരം ആളുകളെയാണ് പ്രധാനമായും ജ്വല്ലറികൾ ഇപ്പോൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, വില ഒറ്റയടിക്ക് കുറഞ്ഞതിന്റെ ആഹ്ലാദത്തിലും വില ഇനിയും കൂടിയേക്കുമെന്ന ഭീതിയിലും സ്വർണം വാങ്ങാൻ പരക്കം പാഞ്ഞെത്തുന്നവർ. 2, ഇനി വീണ്ടും സ്വർണ്ണവില ഇടുങ്ങിയേക്കാമെന്ന ചിന്തയിൽ കയ്യിലുള്ളത് വിൽക്കാനും മാറ്റി വാങ്ങാനുമായി എത്തുന്നവർ. വലിയ തരത്തിൽ ഏറ്റക്കുറച്ചിലുകൾ സ്വർണ്ണവിലയിൽ ഉണ്ടാകാൻ പോകുന്നുവെന്ന സൂചനയുള്ളപ്പോൾ തന്നെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇനിയൊരു റിസ്ക് എടുക്കാൻ മുതിരേണ്ട എന്ന നിലപാടാണ് ജ്വല്ലറികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് എത്തുന്നവർ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഓരോ ദിവസത്തെയും സാഹചര്യം തന്നെയാണ് സ്വർണ്ണവിലയുടെ ഭാവി തന്നെ തീരുമാനിക്കുന്നത്. മണിക്കൂറുകൾ കൊണ്ടാണ് സ്വർണം കുത്തനെ താഴേക്ക് പോയതെന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. 1,31,160 രൂപയായിരുന്നു ജനുവരി 29 രാവിലെ ഉണ്ടായിരുന്ന പവൻ വില. അവിടെ നിന്നാണ് അന്ന് വൈകിട്ട് തന്നെ വില ഇടിഞ്ഞ് 1,20,360 രൂപയിലേക്ക് എത്തിയത്. 30-ാം തീയതി ആയപ്പോഴേക്കും സ്വർണം ഒറ്റയടിക്ക് 6,000 രൂപയോളം ഇടിഞ്ഞ് 1,24,080 രൂപയിലേക്ക് എത്തുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം വീണ്ടും വില കുത്തനെ താഴേക്ക് പോയി. 1,17,760 രൂപയാണ് 31-ാം തീയതി പവന് രേഖപ്പെടുത്തിയത്. ഫെബ്രുവരിയിലും ഈ പാറ്റേൺ തന്നെ ആവർത്തിച്ചു. ദുർബലമായ ഫെഡ് നയത്തെയും ഉയർന്ന പണപ്പെരുപ്പത്തെയും ഭയന്ന നേരത്തെ സ്വർണം വാങ്ങിയ നിക്ഷേപകരെല്ലാം തന്നെ സ്വർണം വിറ്റ് ലാഭമെടുക്കുകയാണ് ഇപ്പോൾ. ഇതിൻ്റെ അലയൊലികളാണ് ഇപ്പോൾ കേരളത്തിലടക്കമുള്ള സ്വർണ്ണ വിപണികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആധികാരികമായി ഇക്കാര്യങ്ങൾ ചികഞ്ഞു പോകാത്തവർക്ക് ഇനി അറിയേണ്ടത് ഒറ്റ കാര്യമാണ്: സ്വർണ്ണവില ഇനിയും കുറയുമോ, കാത്തിരിക്കണമോ എന്നൊക്കെ. ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിലയിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും എന്നതാണ് സത്യം. സ്വർണം വാങ്ങാനിരുന്നവർ ഇനിയും കുറയുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോൾ കാത്തിരിക്കുമ്പോൾ, സ്വർണം നിക്ഷേപമായി കരുതിയവർ വില കൂടാനായി ഇപ്പോൾ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്.